ഒരു സമര നൂറ്റാണ്ടിൻ്റെ അന്ത്യമാണ്, ഒരു സമര നൂറ്റാണ്ടിൻ്റെ അവസാനം. VS തൻ്റെ കർത്തവ്യങ്ങളൊക്കെ പൂർത്തിയാക്കി യാത്രയാകുകയാണ്. VSന് ഞങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും അവസാനത്തെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഓരോ പോയിന്റിലും, വിലാപയാത്ര കടന്നു പോകുന്ന ഓരോ പോയിന്റിലും ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ഈ റോഡിന് ഇരുവശവും കാണാൻ കഴിയുന്നത്. ദേശീയപാതയിലൂടെയാണ് ഇനി കൊല്ലം താണ്ടി ആലപ്പുഴയിലേക്ക് ഈ വിലാപയാത്ര എത്തുക. MC റോഡിലൂടെ കടന്നു പോകാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഈ റോഡിന് ഇരുവശത്തേക്കും ആളുകൾ എത്തും എന്ന കാര്യം ഉറപ്പാണ്. ഇവിടെ പല കോണുകളിൽ നിന്നും എത്തിയ ആളുകൾ ഓരോ പോയിന്റിലും VSനെ കാണാൻ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. റോഡിന് ഇരുവശവും ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. ആ വാഹനം കടന്നു പോകാൻ കഴിയാത്ത വിധം ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിശ്ചയിച്ച പോയിന്റുകൾക്കപ്പുറം റോഡിന് ഇരുവശവും ആളുകളുടെ വലിയ നിര പലയിടങ്ങളിലും രൂപപ്പെടുന്നതും നമ്മൾ കാണുന്നു. തങ്ങളുടെ പ്രിയ സഖാവിന് അവസാനമായി ഒന്ന് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് യാത്രയയക്കാൻ, അവർ ഒരു നോക്ക് അവസാനമായി കാണാൻ, ഒരു നുള്ള് പുഷ്പങ്ങൾ അർപ്പിക്കാൻ റോഡിന് ഇരുവശവും ആളുകൾ കാത്തു നിൽക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച, തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിച്ച തങ്ങളുടെ ജനനായകന് അവസാനമായി യാത്രയയപ്പ് നൽകാൻ കാത്തു നിൽക്കുന്ന ആളുകളെ കൊണ്ട് റോഡിന് ഇരുവശവും നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. VSൻ്റേത് ഒരു സമര നൂറ്റാണ്ടാണ്. VSൻ്റെ ജീവിത കാലഘട്ടം ഒരു സമര നൂറ്റാണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ജന്മിത്വത്തിനെതിരായ തുടങ്ങിയ പോരാട്ടം, അത് ഏതൊക്കെ വിധത്തിൽ അനീതി കാണുന്ന ഇടങ്ങളിലെല്ലാം അതൊരു സമര രൂപം പ്രാപിച്ചു. പല അവകാശ സംരക്ഷണങ്ങൾക്കും വേണ്ടി VS നിലകൊണ്ടു. അഴിമതിക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തി, നിയമ പോരാട്ടം നടത്തി. ഭൂമാഫിയയ്ക്കെതിരെ അദ്ദേഹം പോരാട്ടം നടത്തി. മണ്ണിന് വേണ്ടി പ്രവർത്തിച്ചു. മണ്ണിൻ്റെ വില മനസ്സിലാക്കിയ ജനപ്രതിനിധിയായി, പൊതുപ്രവർത്തകനായി, മണ്ണിൻ്റെ സംരക്ഷണത്തിൻ്റെ, മണ്ണിൻ്റെ കാവലാളായി അദ്ദേഹം മാറുന്നത് നമ്മൾ കണ്ടു. കുത്തക മുതലാളിമാർക്കെതിരെ യുദ്ധം നയിക്കുന്നത് നമ്മൾ കണ്ടു. പ്രകൃതിയുടെ സംരക്ഷണത്തിനായി യുദ്ധം നയിക്കുന്നത് നമ്മൾ കണ്ടു. പോരാടുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ എന്തിൻ്റെയും ഏതിൻ്റെയും സംരക്ഷകനായി സമരമുഖത്ത് VS ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് വേണ്ടി, അവരുടെ മാനം കവരുന്നവർക്കെതിരെ ഉറച്ച ശബ്ദമായി, സ്ത്രീ സുരക്ഷ എന്ന വിഷയത്തിൽ അങ്ങനെ ഓരോ സമരമുഖത്തും VSനെ കണ്ടു. ഓരോയിടത്തും VSനെ ജനങ്ങൾ കാവലാളായി കണ്ടു. ആ സമരങ്ങളൊക്കെ അവസാനിപ്പിച്ചു. ഏറ്റവും ഒടുവിൽ ലോകത്തോടും സന്ധിയില്ലാത്ത പോരാട്ടമാണ് VS നടത്തിയത്. കഴിഞ്ഞ 6 വർഷമായി കോവിഡിൻ്റെ ഏറ്റവും കെടുതി നിറഞ്ഞ കാലവും പോരാട്ടം നടത്തി VS തിരിച്ചു വന്നു. അതുപോലെ ഒരു തിരിച്ചുവരവ് പട്ടത്തെ SUT ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരത്തെ വേലിക്കകത്തെ വീട്ടിലേക്ക് VS എത്തുമെന്ന് കാത്ത് കഴിഞ്ഞ 29 ദിവസമായി നമ്മൾ കാത്തിരുന്നു. നീണ്ട പോരാട്ടം നടത്തി. പക്ഷേ ഇത്തവണ 102-ാം വയസ്സിന് 2 മാസം ഇപ്പുറം VS പോരാട്ടം അവസാനിപ്പിച്ച് മടങ്ങുകയാണ്. VSൻ്റെ ഒരു നൂറ്റാണ്ട് നീണ്ട സമര ജീവിതത്തിന് അന്ത്യമാവുകയാണ്. VSന് യാത്രയയപ്പ് നൽകാൻ ആളുകൾ കാത്തു നിൽക്കുന്നു. വിലാപയാത്ര ഇപ്പോൾ ഉള്ളൂരിലേക്ക് എത്തുകയാണ്. ലല്ലു അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ലല്ലു, കേശവദാസപുരം കടക്കാൻ ഏതാണ്ട് അരമണിക്കൂറിലധികം സമയമെടുത്തു. ഉള്ളൂരിലേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സമയം വൈകുന്നേരമാകുമ്പോഴേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ജോലിയിലൊക്കെ ആയിരുന്ന മനുഷ്യർ VS ഇപ്പോൾ എത്തും, VSൻ്റെ വാഹനം ഇപ്പോൾ എത്തും എന്നത് കണ്ട് ഇപ്പോൾ റോഡിന് ഇരുവശത്തേക്കും എത്തുന്നു. അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും എളുപ്പം എത്താൻ കഴിയുന്ന പോയിന്റ് എവിടെയാണോ അവിടേക്ക് എത്തുന്നു എന്നതാണ് സാഹചര്യം. എന്താണ് അവിടെ നിന്നും കൂട്ടിച്ചേർക്കാനുള്ളത്? വിലാപയാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഏതൊക്കെ പോയിന്റുകളിൽ ഈ വിലാപയാത്ര ജനങ്ങൾക്ക് ആദരമർപ്പിക്കാൻ നിർത്തും എന്ന് നേരത്തെ തന്നെ CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി തീരുമാനിച്ച് അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ നിശ്ചയിക്കപ്പെട്ട പോയിന്റുകളിലേക്ക് ആളുകൾ എത്തുന്നു എന്നതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഇപ്പോ കേശവദാസപുരത്ത് നിന്ന് ഉള്ളൂരിലേക്ക് വന്നാൽ 100 കണക്കിന് മനുഷ്യർ ഉച്ചയ്ക്ക് വിലാപയാത്ര സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറപ്പെടുമെന്ന് പറഞ്ഞ 2 മണി മുതൽ മുദ്രാവാക്യം വിളികളുമായി ആളുകൾ കാത്തു നിൽക്കുകയാണ്. ഉള്ളൂരിലടക്കം. ഉള്ളൂരിൽ നിന്ന് അടുത്ത പോയിന്റായ ശ്രീകാര്യത്തേക്കും
അവിടെ നിന്ന് കാര്യവട്ടത്തേക്കും അവിടെ നിന്ന് കഴക്കൂട്ടത്തേക്കും അങ്ങനെ നേരത്തെ നിശ്ചയിക്കപ്പെട്ട പോയിന്റുകളിലേക്ക് ആളുകൾ കൂട്ടമായി എത്തുന്നു. അവിടേക്ക് വിലാപയാത്ര എത്തുമ്പോൾ മുദ്രാവാക്യം വിളികളോടെ VS-ന് യാത്രാമൊഴി അർപ്പിച്ചുകൊണ്ട് ഈ വിലാപയാത്രയെ ജനങ്ങൾ അനുഗമിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറപ്പെട്ട വിലാപയാത്ര ഇപ്പോൾ അതിൽ എത്രയോ ഇരട്ടി ആളുകൾ ആ വിലാപയാത്രയെ അനുഗമിക്കുന്നു. നേരത്തെ പറയുന്ന പോലെ പലരും നടക്കുകയാണ് മുദ്രാവാക്യം വിളികളുമായി. കണ്ണേകരളെ VS എന്ന് കേട്ടിട്ടുള്ള സുപരിചിതമായ ആ മുദ്രാവാക്യം വിളികളുമായി വിലാപയാത്രയെ അനുഗമിക്കുകയാണ് ലക്ഷ്യം. മന്ത്രിമാരും പാർട്ടി നേതാക്കളും VS-ന്റെ കുടുംബാംഗങ്ങളുമെല്ലാം ഈ വിലാപയാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. മുദ്രാവാക്യം വിളികളുമായി നിറഞ്ഞ കണ്ണുകളുമായി പാർട്ടി പ്രവർത്തകർ, VS-ന് ഹൃദയത്തിലെത്തുന്ന പാർട്ടിക്കാരല്ലാത്ത മനുഷ്യർ, അനുഭാവികളായ നൂറുകണക്കിന് മനുഷ്യർ അവരെല്ലാം VS-നെ കാത്തുവരിക്കുകയാണ്. പിന്നീട് നമുക്കറിയാം ജീവിതം തന്നെ പോരാട്ടമാക്കി മാറ്റിയ ഒരു മനുഷ്യൻ, വായിച്ചറിഞ്ഞിട്ടുള്ളതും അദ്ദേഹം പറഞ്ഞിട്ടുള്ളതുമായ ജീവിതകഥ. ചെറുപ്രായത്തിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ ഉയർന്ന ജാതിയിൽപ്പെട്ട കുട്ടികളുടെ മർദ്ദനമേറ്റ് തിരിച്ചു വീട്ടിൽ വന്നതും അടിച്ചവരെ തിരിച്ചടിക്കാൻ അച്ഛൻ പറയുന്നതനുസരിച്ച് അവരെ തിരിച്ചടിച്ച കഥയും VS പറയുന്നു. അങ്ങനെ തിരിച്ചടിച്ചതിന് ശേഷം ഉയർന്ന ജാതിയിൽപ്പെട്ട കുട്ടികളിൽ നിന്ന് മർദ്ദനമുണ്ടായിട്ടില്ല എന്ന് VS പറയുന്നു. അവിടെ നിന്ന് ആസ്പിൻവാൾ കമ്പനിയിലേക്ക് കയർ തൊഴിലാളിയായി മാറിയുള്ള ജീവിതം. 17-ാം വയസ്സിൽ സഖാവ് P. കൃഷ്ണപിള്ള VS-നെ കണ്ടെത്തും. കുട്ടനാട്ടിലെ തൊഴിലാളികളുടെ അവകാശത്തിന് വേണ്ടി പോരാടാൻ VS-നെ അങ്ങോട്ടത്തേക്ക് അയക്കും. അവിടെ വർഷങ്ങൾ നീണ്ട പ്രവർത്തനം. ഇതിനിടയിൽ ചരിത്ര പ്രസിദ്ധമായ പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരകാലത്ത് നൂറുകണക്കിന് കർഷക തൊഴിലാളികളാണ് പോലീസിന്റെ തോക്കിന് ഇരയായത്. വെള്ളനാരഴയ്ക്കാണ് അന്ന് രക്ഷപ്പെട്ടതെന്ന് VS പറയുന്നു. പാർട്ടി നിർദ്ദേശമനുസരിച്ച് ഒളിവിൽ പോയ VS പൂഞ്ഞാർ പോലീസ് സ്റ്റേഷനിൽ VS നേരിട്ട കിരാതമായ മർദ്ദനം. VS ഒരിക്കൽ VS-മായി സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ VS പറയുന്നുണ്ട്, കോരപ്പൻ എന്ന തടവ് പുള്ളിയാണ് താനൊന്ന് ജീവനോടെ ഇരിക്കാൻ കാരണമെന്ന് VS പറയുന്നുണ്ട്. കാരണം ഈ പൂഞ്ഞാർ പോലീസ് സ്റ്റേഷനിലെ ക്രൂരമായ മർദ്ദനത്തിന് ശേഷം VS-ന്റെ കാലിലൂടെ തോക്കിന്റെ ബയണറ്റ് കുത്തിറക്കുകയാണ് പോലീസ്. VS മരിച്ചെന്ന് കരുതി ചാക്കിൽ കെട്ടി മൃതദേഹം ഉപേക്ഷിക്കാൻ പോലീസ് കൊണ്ടുപോകുമ്പോഴാണ് അന്ന് ഈ കോരപ്പൻ എന്ന ഈ പുള്ളി കൂടെ ഉണ്ടായിരുന്നു. VS മരിച്ചിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞ കോരപ്പൻ പോലീസിന് നൽകിയ മുന്നറിയിപ്പിനെ തുടർന്ന് VS-നെ പോലീസ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. മാസങ്ങളോളം VS അവിടെ ആശുപത്രി കഴിഞ്ഞു. ഏതാണ്ട് 4 വർഷം അദ്ദേഹം തടവ് ശിക്ഷ അനുഭവിച്ചു. പൂജപ്പുര സെൻട്രൽ ജയിലിലായിരുന്നു VS തടവ് ശിക്ഷ അനുഭവിച്ചത്. ഇങ്ങനെയൊക്കെ കടന്നു വന്ന ഒരാൾ, അയാളുടെ ജീവിതം സമരജീവിതമായില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്ന് നമുക്ക് തോന്നും. VS എന്ന പാർട്ടി പ്രവർത്തകർ, VS എന്ന പാർട്ടി സെക്രട്ടറി, VS എന്ന മുഖ്യമന്ത്രി, ഇതിനെല്ലാം അപ്പുറത്ത് VS-നെ ജനം എപ്പോഴും ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്ന കാലത്ത് ഏറ്റെടുത്ത സമരങ്ങൾ ഉയ്യൻകുട്ടിയിലായാലും കേരളത്തിലെ കയ്യേറ്റം ചെയ്യപ്പെട്ട മലനിരകളിലേക്ക് കയറിയ അതേ ആവേശത്തോടെ ശബരിമല കയറുന്ന VS-നെ നമ്മൾ കണ്ടു. 2007 ശബരിമല അവലോകന യോഗത്തിൽ പങ്കെടുക്കാൻ VS പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം 84 വയസ്സാണ്. 84 വയസ്സുകാരനായ VS ആരെയും തോൽപ്പിക്കുന്ന ഊർജത്തോടെ ശബരിമല കയറിയ കാഴ്ച കേരളം കൗതുകത്തോടെ കണ്ടതാണ്. ഒരു സ്ഥലത്ത് പോലും ഇരിക്കാൻ പലവട്ടം കസേര നീട്ടിയപ്പോൾ എന്നെ അങ്ങനെ ഇരുത്താൻ നോക്കണ്ട എന്ന് സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞുകൊണ്ട് VS ആ മല നടന്നു കയറുകയാണ്. കേരളം കൗതുകത്തോടെ കണ്ട കാഴ്ചയാണ്. ഇങ്ങനെ എത്രയെത്ര കാഴ്ചകൾ നേരത്തെ പറഞ്ഞു. കടല് പോലെയാണ് VS വേദികളിലേക്ക് ആളുകൾ എത്തുന്നത് എന്നാണ്. നീട്ടിയും കുറുക്കിയുമുള്ള സംഭാഷണത്തിലൂടെ മൈക്കിന് മുന്നിൽ വില്ലുപോലെ വളഞ്ഞു നിന്ന് ഇരു കൈകളും ആകാശത്തേക്ക് ഉയർത്തി ജനത്തെ അഭിവാദ്യം ചെയ്യുന്ന VS-ന്റെ ചിത്രം കഴിഞ്ഞ 6-7 വർഷമായി ആ കാഴ്ച മലയാളിക്ക് അന്യമാണെങ്കിലും മലയാളിയുടെ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുന്ന കാഴ്ച. എനിക്ക് ഓർമ്മയുണ്ട്, വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ഒരുപക്ഷെ VS പങ്കെടുത്ത അവസാനത്തെ പൊതുപരിപാടി അതായിരിക്കാം. ഞാനും നമ്മുടെ തിരുവനന്തപുരം ബ്യൂറോ ചീഫ് VV അരുണും ഒന്നിച്ചാണ് ആ കാഴ്ച കാണുന്നത്. തിരുവനന്തപുരത്തെ കുറവൻകോണത്തെ വേദിയിലേക്ക്
VS അച്യുതാനന്ദൻ എത്തുമ്പോൾ കടൽ പോലെ ജനം ഇളകുക. VS പരിപാടിയിൽ പങ്കെടുക്കുമോ, അദ്ദേഹത്തിനുള്ള ആരോഗ്യമുണ്ടോ എന്നുള്ള പലതരം ചർച്ചകൾക്കിടയിലാണ് നിത്യപ്രശാന്തിന് ഓട്ടഭ്യർത്ഥിച്ചുകൊണ്ട് VS അച്യുതാനന്ദൻ എത്തുന്നത്. എഴുതി തയ്യാറാക്കിയ ഒരു പ്രസംഗം 3-4 മിനിറ്റ് മാത്രം നീളുന്ന പ്രസംഗത്തിനൊടുവിൽ ഇരു കൈകളും ആകാശത്തേക്ക് ഉയർത്തി പാർട്ടിക്കാരെയും ജനങ്ങളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് VS ആ വേദി വിടുമ്പോൾ അതുപോലെ VSന്റെ ഒരു പരിപാടിക്ക് എത്തുന്നത് പോലെ വലിയ ആൾക്കൂട്ടമാണ്. അതിനുശേഷം ഒരു പൊതുപരിപാടിയിൽ മലയാളി VSനെ കണ്ടിട്ടില്ല. അതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന് രോഗമുണ്ടാകുന്നതും അദ്ദേഹം വിശ്രമ ജീവിതത്തിലേക്ക് മാറുന്നതുമല്ല. പക്ഷേ മലയാളിക്ക് സമരമെന്നാൽ, മലയാളിക്ക് നിലപാടെന്നാൽ, മലയാളിക്ക് വിട്ടുവീഴ്ചയില്ലാത്ത ജീവിതമെന്നാൽ അത് VS അച്യുതാനന്ദന്റെ ജീവിതം തന്നെയാണ്. സമരത്തിന് മറുപേര് VS എന്ന് മലയാളി പറയാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി. അദ്ദേഹം ഏറ്റെടുത്ത വിഷയങ്ങൾ ഇപ്പോ VS പെമ്പിളയൊരുമയെ അവരെ പിന്തുണയ്ക്കാൻ വേണ്ടി മൂന്നാറിലേക്ക് നടത്തിയ യാത്ര, കൂടംകുളം സമരത്തിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ കൂടംകുളം സമരത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി തമിഴ്നാട്ടിലേക്ക് തിരിച്ച VSന് നമുക്ക് ഓർമ്മയുണ്ട്. കളിയിക്കാവിളയിൽ വെച്ച് പോലീസ് VSനെ തിരിച്ചയച്ചെങ്കിലും VS ഏറ്റെടുക്കുന്ന വിഷയങ്ങൾ അത് എത്രത്തോളം വ്യാപ്തിയുള്ളതാണ് എന്ന് മലയാളി അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയിലും തിരിച്ചറിയുകയാണ്. അന്യസംസ്ഥാന ലോട്ടറി മാഫിയക്കെതിരെ VS സമരം തുടങ്ങിയത്, അതിന് കാരണമായ ആ സംഭവത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിരുന്ന സുരേഷ് കുമാർ പലതവണ പറഞ്ഞിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയിൽ മറ്റൊരു ഒരു കുടുംബം കൂട്ട ആത്മഹത്യ ചെയ്യുകയാണ്. ഈ കൂട്ട ആത്മഹത്യ ചെയ്ത ഒരു കട്ടിലിൽ 4 മൃതദേഹങ്ങൾ, ഈ കട്ടിലിനടിയിൽ 2 ചാക്കുകൾ നിറയെ അന്യസംസ്ഥാന ലോട്ടറികളാണ്. ഈ സംഭവത്തെ കുറിച്ചറിഞ്ഞ് കേട്ടറിഞ്ഞ VS അവിടെ എത്തുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ അന്യസംസ്ഥാന മാഫിയ, ലോട്ടറി മാഫിയക്കെതിരെ സമരം പ്രഖ്യാപിക്കുന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെയാണ്. ഇങ്ങനെ അദ്ദേഹം ഏറ്റെടുക്കുന്ന വിഷയങ്ങൾ, തിരുവനന്തപുരത്തെ കുറിച്ച് പറയുമ്പോൾ കോവളം കൊട്ടാരം സ്വകാര്യ വ്യക്തികൾ കൈയടക്കുന്നതിനെതിരെ VS നടത്തിയ സമരം, VS ഉയർത്തിയ പ്രതിഷേധം, പലതവണ അങ്ങോട്ടേക്ക് നടത്തിയ യാത്രകൾ, ഇങ്ങനെ മലയാളിയുടെ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുന്ന ഓരോ സമര പോരാട്ടവും, സെക്രട്ടേറിയറ്റിന് മുന്നിൽ SFI വിദ്യാർത്ഥികൾ നടത്തിയ സമരത്തിനൊടുവിൽ പോലീസ് ലാത്തിച്ചാർജിൽ പ്രതിഷേധിച്ച് പന്തല് കെട്ടി നടത്തിയ സമരത്തിനൊടുവിൽ സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കാതെ താരിവിടം വിട്ടു പോവില്ല എന്ന് അപ്രതീക്ഷിതമായി പ്രഖ്യാപിച്ച് വിദ്യാർത്ഥികളോടൊപ്പം സമരപ്പന്തലിൽ നിലയുറപ്പിച്ച VS അച്യുതാനന്ദനെ കേരളം കണ്ടു. VSന്റെ ആ വാശിക്ക് മുന്നിൽ, ആ തീരുമാനത്തിന് വേണ്ടി സർക്കാരിന് വഴങ്ങേണ്ടി വന്നതും വിദ്യാർത്ഥി പ്രതിനിധികളെ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചതുമെല്ലാം കേരളം കണ്ടതാണ്. ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൽ നിന്ന് ഒരു കാരണവശാലും പിന്നോട്ടില്ല എന്ന നിലപാടെടുക്കുന്നു. തീർച്ചയായും VSന്റെ ജീവിതം ആ നിലയിൽ സമരങ്ങളുടേതായിരുന്നു. സമരസൂര്യൻ എന്ന് VS അറിയപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ്. നിരന്തര സമരങ്ങളുടെ നേതാവായിരുന്നു VS. ഒരിക്കലും നിലപാടുകളിൽ നിന്ന് പിന്നോട്ടു പോകാൻ തയ്യാറാകാത്ത നേതാവായിരുന്നു. അഴിമതിക്കെതിരെ നിശിതമായ യുദ്ധം നടത്തുന്ന നേതാവായിരുന്നു. നിയമ പോരാട്ടം നടത്തുന്ന നേതാവായിരുന്നു. ഭൂമാഫിയക്കെതിരെ പോരാട്ടം നടത്തുന്ന നേതാവായിരുന്നു. മൂന്നാറിൽ ഓപ്പറേഷൻ മൂന്നാർ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത VSന്റെ നേതൃത്വത്തിൽ നടന്ന ഓപ്പറേഷനാണ്. VSന്റെ ഭരണകാലത്ത് നടന്ന ഓപ്പറേഷനാണ്. അത് എത്രമാത്രം ഫലം കണ്ടു ഇല്ലേ എന്നൊക്കെയുള്ളത് മറ്റു കാര്യം. പക്ഷേ ഈ പ്രളയവും ദുരന്തവും ഒക്കെ വരുമ്പോൾ VS പറഞ്ഞതിനെക്കുറിച്ച് ഓർക്കാതെ നമുക്ക് കടന്നു പോകാനാകില്ല. എന്താണ് VS പറഞ്ഞത്? VSന്റെ യുദ്ധം എന്തിനു വേണ്ടിയായിരുന്നു? എന്താണ് VS അവിടെ ചെയ്യാൻ ശ്രമിച്ചത് എന്ന ഓർമ്മപ്പെടുത്തലാണ് ആ ദുരന്തങ്ങൾ പോലും സമ്മാനിച്ചത്. അപ്പോൾ VS പ്രകൃതിയുടെ സംരക്ഷകനാണ്. VS മണ്ണിൻ്റെ സംരക്ഷകനാണ്, ജലത്തിൻ്റെ സംരക്ഷകനാണ്, മനുഷ്യൻ്റെ സംരക്ഷകനാണ്. ഓരോ ജനകീയ പോരാട്ടങ്ങളിലും അതിൽ നീതിയുണ്ട്, അതിനൊരാവശ്യമുണ്ട്. ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന ബോധ്യത്തോടു കൂടി ആ വിഷയങ്ങളിൽ ഇടപെടാനും അതിന് പിന്തുണയർപ്പിക്കാനും നേതൃത്വം കൊടുക്കാനുമൊക്കെ VS ഉണ്ടായിരുന്നു. VS ഒരു വലിയ പ്രാസംഗികനൊന്നും ആയിരുന്നില്ല, വലിയ വിദ്യാഭ്യാസവും ഇല്ലായിരുന്നു, അതുപോലെ തന്നെ വാക്ചാതുര്യമില്ലായിരുന്നു. പക്ഷേ
വി എസ് സംസാരിക്കുന്നത് കേൾക്കാൻ വി എസ് എത്തുന്ന ഇടങ്ങളിലേക്ക് ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരുന്നു. വി എസ് ഒരു ക്രൗഡ് പുള്ളറായി വി എസിനെ സ്വയം പരുവപ്പെടുത്തിയെടുക്കുന്നത് നമ്മൾ കണ്ടു. നീട്ടിയും കുറുക്കിയും ഒക്കെയുള്ള സംസാരം, പ്രസംഗം, അതെന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി എന്നത് വി എസ് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. കർഷക തൊഴിലാളികളെയൊക്കെ പിടിച്ചിരുത്താൻ, അവർക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കാൻ, അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, അവർ കാണുന്ന, അവരെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു സംസാര ശൈലി സ്വയം രൂപപ്പെടുത്തുകയായിരുന്നു വി എസ്. അപ്പോൾ